ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായില്ലേ ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതിന് എങ്ങോട്ടാ ഞാൻ മാറ്റിക്കാണ്ട് ഓർക്കപ്പിരാന്തിലൊന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ ഒന്നുമല്ല, ഞങ്ങൾ എൻ്റെ അമ്മച്ചീൻ്റെ കുടുംബശ്രീയിൽ നിന്ന് ടൂർ പോവാണ്. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ ചെറിയൊരു സ്ഥലത്ത് കാണുമ്പോൾ അടുത്ത് തന്നെയാണ് കോഴിക്കോട് ബീച്ചും മുട്ടായി തെരുവും, അങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തുകൾക്കാണ് പോണത്. ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ആക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാന്ന്. എന്തായാലും ബസ് വരാൻ വൈകും, 6:30 ആ ടൈമിലൊക്കെയാണ് വരിക. പിന്നെ ഞാൻ നേരത്തെ നീച്ചും ചെയ്തു. അപ്പോൾ പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഫെയർ ലവ്ലിയാണ് തേക്കാൻ പോകുന്നത്. നമുക്ക് ഫെയർ ലവ്ലി തേക്കാം. ഞാൻ അത്രയ്ക്ക് എടുക്കാറില്ല, ഞാൻ കുറച്ച് എടുക്കലുള്ളൂ കേട്ടോ. ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ചെറുതായ ഒരു ജലദോഷം അതാണ്. അപ്പോൾ അങ്ങനെ ഫെയർ ലവ്ലി ഇട്ടതിനും നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് എൻ്റെ കൗത്തിൽ ഇതുണ്ടോ, ഇത് അതിന് ഡോക്ടർ തന്നതാണ്. അപ്പം ഞാനിത് അവിടെ കൗത്തിലൊന്നും തേക്കാറില്ല, ഞാനിവിടെ മുഖത്താണ് തേക്കാറ്. എന്നോട് പറഞ്ഞു മുഖത്തും തേച്ചോണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല വൈറ്റ് കാസ്റ്റാണ്. കുറേ നാളായില്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചിട്ടതാണ് കേട്ടോ. അങ്ങനെ ഫെയർ ലവ്ലി ഇട്ടതിനും സൺസ്ക്രീനും ഇട്ടതിനും ഞാൻ കുറച്ച് പൗഡർ ഇടണം കേട്ടോ. എൻ്റെ അപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ. പുതിയതാണ്, പൊട്ടിച്ചിട്ടില്ല, എന്നാണ് എടുക്കണത്. ഇപ്പം വരാൻ കുറച്ച് പണിയാണ്. ഇതിൻ്റെ ഒരു പൊട്ടത്തരം മേക്കപ്പാണ് ഗൈസ്. അപ്പം ഇങ്ങനെ കേൾക്കും, ഞാൻ അങ്ങനെയൊക്കെ പല മോഡലും മേക്കപ്പ് ഇനിയാണ് മറ്റു സംഭവങ്ങളൊക്കെ തേക്കുന്നത്. മറ്റേ ഇതുണ്ടാവില്ലേ ഫെയർലൈസ്, മറ്റേ ഫൗണ്ടേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനിയാണ് തേക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ പല മോഡലും ചെയ്യും. ഇനി ഫൗണ്ടേഷനല്ലേ, ഫൗണ്ടേഷൻ കുപ്പി ചെറിയ രൂപയാണ്. നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഇത് തന്നെ ഞാൻ കൺസീലറായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. ഒക്കെ ഇത് തന്നെയാണ്. ഇത് കഴിയാറായിട്ടുണ്ട്, ഞാൻ വേഗം എനിക്ക് ഇത്രയൊക്കെ മതി. നമുക്ക് ഇത് ആക്കാം. പഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും കൈ കൊണ്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇന്ന് മറ്റൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കൈ കൊണ്ടാണ് ചെയ്യും. കുറച്ച് ബാക്കിയുള്ള കൊത്തിലുണ്ടിടും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ്. അത് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് വേറുണ്ട്, പക്ഷെ ഞാൻ ഇത് എൻ്റെ മേക്കപ്പ് ബോക്സിൽ നിന്ന് യൂസ് ചെയ്യാറുള്ളത് വെച്ച് കൊടുക്കുന്നതായതുകൊണ്ട്. പക്ഷെ അതിൻ്റെ ഇത് സ്പഞ്ച് ഞാൻ ഈ പഫാക്കിയിട്ടാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ ആദ്യത്തെ എടുക്കൽ ചിലപ്പോൾ എടുക്കും, അധികം ഞാൻ ഇതാ യൂസ് ചെയ്യാറ്.
അപ്പം നിങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം ക്രീമും സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ഐ ഷാഡാണ് ഇടുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഷാൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് മാറ്റാം കേട്ടോ, അല്ലെങ്കിൽ വൈറ്റ് ആയതുകൊണ്ട് ഐക്ക് എന്തെങ്കിലും ആകും. ഞാൻ ഐ ഷാൾ ഇടും. അപ്പം ഞാൻ ഏത് കളറാണെന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും സാധാരണ ഇടുമ്പോൾ പിങ്ക് തന്നെ ഇടാം അല്ലേ. അപ്പം ഞാൻ ഐ ഷാൾ ഇട്ടിട്ട് വരാം. ഞാനിപ്പോൾ ഐ ഷാൾ ഇട്ട് കണ്ടില്ല. സാധാരണ പക്ഷേ ഞാൻ ഈ ഐ ഷാൾ എല്ലാം ഇടല്, പക്ഷെ ഇന്ന് ഇടയ്ക്കിടുള്ളൂ കേട്ടോ. ഇത് കുറച്ച് ബ്ലഷ്, എൻ്റെ മോഡൽ തരം ബ്ലഷാണ് ഞാൻ ഇങ്ങനെ ഇടാറ്. നിങ്ങളൊക്കെ ഇങ്ങനെയാവും ഇടാറില്ലേ? ഞാൻ പല മോഡലിലും ഇടും, എനിക്ക് ഓരോരോ തോന്നലാണ്. അതാണ് ഇപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാത്തത്. ഇടയ്ക്കിടും വീഡിയോസ്, ഇടയ്ക്കിടൂല. ഒരു ഇതാണ്, എന്താ പറയുക, ഒരു തോന്നലാണ്. അത് തോന്നുമ്പോൾ ഇടും, അല്ലെങ്കിൽ ഇടൂല. അങ്ങനെ ഇതിച്ചൊക്കെ ഫുൾ ഫിനിഷായി. ഇനി ഞാൻ ഇന്നലെ വാങ്ങി പുതിയ ഐലൈനറാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യും. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. ഇതെനിക്ക് ഇങ്ങനെ നോക്കിയിടാൻ എനിക്ക് വയ്ക്കില്ല, അതുകൊണ്ട് മിററിൻ്റെ അടുത്ത് ചെന്നിട്ടിടണം. അപ്പം ഞാൻ എന്നിട്ടിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞാൻ ഐലൈനർ ഇട്ടു. ഞാൻ ഇങ്ങനെ ഇടും, എനിക്ക് ശരിക്കും അങ്ങനെയാണ് എൻ്റേത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കട്ടിയില്ലാതെ എഴുതാം, പക്ഷെ എന്താ അറിയാം, എനിക്ക് വയ്ക്കില്ല. ഞാൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഇന്നലെ വാങ്ങിയത് അപ്സറാസ് കുച്ചിപ്പുടിൻ്റെ പുതിയ ട്രെൻഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് രണ്ടുമാണ് ഞാൻ ഇന്നലെ വാങ്ങിയത്. എൻ്റെ അടുത്ത് സംഭവത്തിൽ രണ്ടും ഉണ്ടായിരുന്നു, ഐലൈനറും ഉണ്ടായിരുന്നു, ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, കസിൻ്റെ നിക്കാഹായിരുന്നു. അതിന് പോയപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് പോയി. ഭയങ്കര തിരക്കായിരുന്നു, ബസ്സിലാണ് പോയത് ഞങ്ങൾ. അപ്പോൾ ബസ്സിൽ ചാടി കളിച്ചപ്പോൾ ആ ലിപ്സ്റ്റിക്ക് രണ്ടും കാണാതെ പോയി. അപ്പം ഞാൻ കുറേ കാലം മീൻസ് ഒരു 2 ആഴ്ചത്തോളം ആയിട്ടുണ്ടാവും ലിപ്സ്റ്റിക്കിന് കൊതിക്കും. പക്ഷേ അങ്ങനെ പിന്നെ ഇന്നലെ വാങ്ങി. ഇന്നലെ ഞങ്ങൾ എന്തായാലും പോകില്ല, അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വേണ്ടേ പറഞ്ഞിട്ട് ഷോപ്പിങ്ങിനായിട്ട് കടയിൽ പോയപ്പോൾ അങ്ങനെ വാങ്ങി. അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു ക്രീമി ഷെയ്ഡാണ് കേട്ടോ, 17 കണ്ട. ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ലത്. ഇനി എങ്ങനെയാ പൊട്ടിക്കാൻ? ഞാനിത് പൊട്ടിച്ചിട്ട് തരാം. അപ്പോൾ പൊട്ടിച്ചു. മോസിൻ അപ്സറാസ് കുച്ചിപ്പൊടി. ഇനി നമുക്കിടാം. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. ഇത് തിരിക്കാനും കഴിയൂലേ, ഞാൻ പെട്ടു. ഇതെടുക്കാ തിരിക്കേണ്ടത് പോലും അറിയത്തില്ല. ഇത് വരുന്നില്ലേ? തിരിച്ചാ കടയിൽ തന്നെ കൊണ്ട് എടുക്കേണ്ടി വരുമോ? വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് വന്നിടാം, നോക്കിടാം. കുറച്ച് ബ്ലസ്സിനൊക്കെ കൊടുക്കാതെ ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്താ അപ്പോൾ ബാക്കി നമ്മളെ കൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലഷായി യൂസ് ചെയ്യും. ബ്ലഷ് അങ്ങ് പോവട്ടിരുന്നു. എൻ്റെ ചെണ്ടിനെ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് എങ്ങനെയുണ്ട്? ഞാനിതിൻ്റെ 9 എടുക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ എന്നോട് ആ താത്ത പറഞ്ഞു, അത് ഞങ്ങൾ ഇവിടുത്തെ നെയ്ബറാണ്,
ആ താത്തനോട് പറഞ്ഞു മോളെ എനിക്ക് നയന് ഒരു ഡാർക്കാണല്ലോ അപ്പോൾ എൻ്റെ സ്കിന്നിനെ ചേരൂല ഇതെടുത്തോ പറഞ്ഞിട്ട് എനിക്ക് ഇത് തന്നു. അപ്പോൾ ലിപ്സ്റ്റിക് കിട്ടും. ഇനി എന്താ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് മുടിയും പാടൊന്ന് കെട്ടണം. മുടി എനിക്ക് ഇങ്ങനെ ഞാൻ മുടി കുളി കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിടും. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ മുടി വെള്ളം തന്നെ നിൽക്കണ ഇഷ്ടമല്ല. ഞാൻ മുടി തോത്തിയിട്ട് നമുക്ക് മുടി വാരാക്കെ. എനിക്ക് മുടി കണ്ടില്ല ഞാൻ തോത്തി വന്നത്. ഞാൻ തോത്തിയാൽ പിന്നെ അങ്ങനെ തന്നെ ആവുള്ളൂ. പിന്നെ എന്താ എൻ്റെ മേക്കപ്പ് ഓവറായിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മച്ചീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചുവന്ന് ചേരാം അറിയുണ്ടല്ലോ എല്ലാവരും ഓവറായിട്ടുണ്ട് പറഞ്ഞു. നമ്മുടെ ഓവറാവുന്നതാ ഇഷ്ടം. ഞാൻ എൻ്റെ കോമ്പ് തക്കണം. ഞാൻ ഇന്നലെ പാക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്തിൻ്റെ ഒരു പെട്ടിയാണ്, വയറിങ്ങിൻ്റെ ഒരു പെട്ടി. അപ്പം ഞാൻ അത് എടുത്തിട്ട് ഇങ്ങനെ തക്കിച്ചു. ഹെയർ സ്റ്റൈലാണ് പണി. ഒരു സൈഡിൽ കെട്ടുമ്പോൾ മറ്റേ സൈഡിൽ കുളം, മറ്റേ സൈഡിൽ കുളമ്പോൾ ഇവിടെ കുളം. ഇനി ഹെയർ സ്റ്റൈൽ എന്താ ബാക്കിയൊക്കെ ഒരു കുഴപ്പമില്ലാതെ ചെയ്തു. ഇനി ഇതെന്താ അവസ്ഥ എന്നാവല്ലേ. ഞാൻ ഈ കണ്ണാടിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരെ മുമ്പിലുണ്ട് മിറർ. എന്നിട്ട് ഞാൻ അതിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഒരു സൈഡ് കെട്ടി ഇനി ഇതുപോലെ തന്നെ ഞാൻ വേറെ സൈഡും കെട്ടിയിട്ട് തരാം. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ മുടി കെട്ടിക്കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ മുടിക്ക് വെള്ളമൊക്കെ പോയി. വെള്ളം പോയിന്ന് വെച്ചാൽ എന്താ വെള്ളം കുറഞ്ഞു. അപ്പം ഞാനിനി പരത്തി ഇടുകയാണ്. മുടി ഇങ്ങനെ പരത്തിയിട്ടിട്ട് പിന്നെ പോകാൻ ടൈമിൽ ബണ്ണെടുത്തിട്ട് കെട്ടും. ചിലപ്പോൾ കെട്ടും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടും. എന്നിട്ട് പിന്നെ ചൂടൊക്കെ എടുക്കുമ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഈ അപ്സര കുച്ചിപ്പൊടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ വീണ്ടും വേറെ ഒരു വീഡിയോയ്ക്ക് വരുമ്പോഴത്തേക്കും ബൈ ബൈ. ബൈ ബൈ ഫ്രം ചിഞ്ചുമാൾ വ്ളോഗ്സ്.